പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വൈജയന്തിയുടെ കൂടെ നിന്ന് കയ്യിൽ മുറിവൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ വൈജയന്തിക്ക് ഇഷ്ടമല്ല. കൈ അന്നേരം മാറ്റി വയ്ക്കുക. അന്നേരം സംസാരിക്കാൻ മേലല്ലോ, ഇങ്ങനെ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. അന്നേരം കൂടെ നിൽക്കുന്ന നേഴ്സ് ചോദിക്കുന്നുണ്ട്, മോള് ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നാണല്ലോ തോന്നുന്നത് എന്ന്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. അതിനുശേഷം അലീന റൂമിൽ നിന്ന് മാറിക്കഴിയുമ്പം അങ്ങോട്ടേക്ക് സുനന്ദ വരുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ പെങ്ങൾ. അന്നേരം സുനന്ദയോട് ചോദിക്കുന്നുണ്ട് നേഴ്സ്, ആ കുട്ടി ഇവരുടെ മൂത്ത മോള് തന്നെയാണോ എന്ന്. അന്നേരം സുനന്ദ എങ്ങാനും മോളാണെന്ന് പറഞ്ഞാലോ എന്നോർത്ത് വൈജയന്തി ആകെ ടെൻഷനാകുന്നുണ്ട്. കട്ടിലേക്ക് കിടന്ന് ആകപ്പാടെ ഒരു കൈ അനക്കുകയും അല്ലെങ്കിൽ കണ്ടുകൊണ്ട് വേണ്ട എന്ന് പറയാനൊക്കെയല്ലേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന അലീനെ കൃഷ്ണമോള് വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അരമണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നില്ല. അന്നേരം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അലീന വന്നില്ലേന്ന്. അന്നേരം വന്നില്ല അച്ഛാ എന്ന് പറയുമ്പം വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് രാജീവിനെയും ശിവനെയും കാണിക്കുന്നുണ്ടായിരുന്നു. രണ്ടും കൂടി ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുവാണല്ലോ. നേരം രാജീവൻ ശിവനോട് പറയുവാണ്, നമ്മുടെ ഭാഗമൊക്കെ ക്ലിയറാണ്, ഇനി ഇര വന്ന് കയറിയാൽ മാത്രം മതിയെന്ന്. അതുകൊണ്ട് തന്നെ അവന്മാർ തന്നെയായിരിക്കും അലീനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. അലീനെ ഒരു ഗോഡൗൺ പോലത്തെ ഒരു റൂമിലേക്ക് കൊണ്ട് ഇടുന്നതും കാണിക്കുന്നുണ്ട്. വായൊക്കെ മൂടി കെട്ടി വെച്ചേക്കുവാണ്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.